Good morning, all. A very warm welcome to everyone. Actually, I thank you, Achan, and the whole St. Ignatius team for doing such a great initiative for all of us. These are very informative talks. Majority of knows regarding many health topics, but we don't know how it works. So today I'm going to deal with prevention of cardiovascular disease. So myself, most of you know Jaren Thomas. I finished my nursing studies in 2008. So 2026, I am in this cardiology department for the last 18 years. Still also I am doing some research based on cardiovascular diseases and everything. Anyway, we'll start the topic. Acknowledgement of the country, we respect them. So what we are going to do today is, prevention of cardiovascular disease. So before that, we should know what does a normal heart, how does that normal heart works? What is the main job of heart? So we will go in a very brief way, വളരെ simple ആയിട്ടായിരിക്കും ഞാൻ പറഞ്ഞു തരുന്ന പോകുന്നത്. So normally we conduct all these sections nearly less than 2 hours. It's a brief topic. It is a complex topic, and briefly today I am trying to explain it in a very simple way. So after that, my main focus will be on risk factors modification. So what all are the contributing factors can lead to cardiovascular disease. So that will be my main topic, and after that we'll discuss about some food habits, and after that exercise. So this is the overall picture of today's section. So the main job of a heart, നമ്മുടെ ഹാർട്ടിൻ്റെ നോർമൽ ജോലി എന്ന് പറയുന്നത് ഹാർട്ട് പമ്പ് ചെയ്യുക, ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലഡ് പമ്പ് ചെയ്യുമ്പം ആ പമ്പ് ചെയ്യുന്ന ബ്ലഡ് ബാക്കിയുള്ള ഓർഗൻസിലേക്ക് പോയി നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കും. ആ പമ്പിങ് ഓപ്ഷൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് ഹാർട്ട് പറഞ്ഞു തരുന്നത്. ചിലർക്ക് പലതരത്തിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് വരാം, ചിലർക്ക് വൊമിറ്റിങ് വരാം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റും. സോ നോർമൽ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേഴ്സ് ഉണ്ട്. അതിന് 2 അപ്പർ ചേമ്പേഴ്സ് ആൻഡ് 2 ലോവർ ചേമ്പേഴ്സ്. പിന്നെ ഇതൊരു മസിലാണ്. നമ്മുടെ സാധാരണ മസിലുകൾ പോലെ ഇതൊരു നോർമൽ മസിലാണ്. വർക്കിംഗ് ഹാർഡസ്റ്റ് നമ്മുടെ ബോഡിയെ സംബന്ധിച്ച് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ മരിക്കുന്നിടം വരെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു മസിലാണ് ഇത്. അപ്പം നിയർലി 100,000 ബീറ്റ്സ് നമ്മുടെ ഹാർട്ട് ഒരു ദിവസം ചെയ്യുന്നുണ്ട്, നമ്മൾ പോലും അറിയുന്നില്ല. എനിവേ, ഞാനിതിപ്പം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാർട്ടിനെ നമ്മുടെ ഒരു വീടുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവാം. നമ്മുടെ ഒരു വീട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് നല്ലൊരു പ്ലംബിംഗ് കണക്ഷൻ വേണം, അല്ലേ? നമ്മുടെ പമ്പിംഗ് കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് നല്ലതായിട്ട് പോകത്തില്ല. രണ്ടാമത്തത് നല്ല മെക്കാനിക്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡോറ് അടയുന്നില്ല, നല്ല പ്രോപ്പർ ഡോറല്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും, നമ്മുടെ സേഫ്റ്റിയെ ബാധിക്കുക. മൂന്നാമത് നല്ലൊരു ഇലക്ട്രിക് കണക്ഷൻ നമുക്കില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹാപ്പി ആയിരിക്കത്തില്ല. ഈ മൂന്നിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കത്തില്ല, ഇപ്പം അതിനകത്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലേ? സോ സിമിലർലി നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് വർക്ക് ചെയ്യുന്നതും 3 ബേസിസിലാണ്. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് പ്ലംബിങ്ങിന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഹാർട്ടിന് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ബ്ലഡ് സപ്ലൈ വേണം. നമ്മുടെ ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറീസിൻ്റെ പേരാണ് കൊറോണറി ആർട്ടറീസ്. എല്ലാവർക്കും നഴ്സുമാർക്ക് എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും കൊറോണറി ആർട്ടറീസ്. സോ കൊറോണറി ആർട്ടറീസ് ഇസ് കം ഫ്രം എ ലാറ്റിൻ വേർഡ് കോൾഡ് കൊറോണ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ക്രൗൺ. സോ ഹാർട്ടിനെ ഇങ്ങനെ ഒരു പൊതിഞ്ഞ് വെച്ചേക്കുന്ന ഈ പിക്ചറിനകത്ത് ഞാൻ കാണിച്ചേക്കുന്ന പോലെ പൊതിഞ്ഞ് വെച്ചേക്കുവാണ് ഹാർട്ട് മസിൽസിന് ഈ കൊറോണറി ആർട്ടറീസ്. ഇപ്പം ഞങ്ങളിപ്പോൾ 18 വർഷം എന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇന്ന് ഓരോന്നിൻ്റെയും പേരറിയാം, ഓരോ ചെറിയ മൈന്യൂട്ട് കാപ്പിലറി വെസൽസിൻ്റെയും പേര് നമുക്കറിയാം. പക്ഷേ ആ ആർട്ടറീസിന് എന്തെങ്കിലും ബ്ലോക്കേജ് വരുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ്
നമ്മുടെ ഹാർട്ട് മസിൽസിന് ആ പർട്ടിക്കുലർ റീജിയനിലുള്ള ഹാർട്ട് മസിൽസിന് ആ ആർട്ടറി കൂടെ വരുന്ന ബ്ലഡ് കുറയുമ്പം ആ മസിൽസ് ലാക്ക് ഓഫ് ഓക്സിജൻ, ലാക്ക് ഓഫ് ന്യൂട്രീഷൻസ് ആ പർട്ടിക്കുലർ ഏരിയയിൽ വരും. അന്നേരമാണ് നമുക്ക് സയൻസ് വരുന്നത്. സയൻസ് ഒക്കെ എന്തൊക്കെയായിരിക്കാം? നമുക്ക് ചിലവർക്ക് ഛർദിലാകാം, ചിലവർക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ പേന ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് വരും, ചിലവർക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും, ചിലവർക്ക് വിചാരിക്കും, എല്ലാവരും പറയുന്നതാണ്, നമ്മളോട് എല്ലാവരും പറയുന്നത് എലിഫൻറ്റ് ഇസ് സിറ്റിംഗ് ഓൺ മൈ ചെസ്റ്റ്, അങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനത്തെ ആയിരിക്കും സയൻസ്. ഇതിൻ്റെയൊക്കെ ബോർഡ് നമുക്ക് പറഞ്ഞ സയൻസാണ്. അത് കറക്റ്റ് ടൈമിൽ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. അപ്പോൾ ഈ കൊറോണറി ആർട്ടറീസിന് ബ്ലോക്ക് എന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറീസിനകത്തുള്ള ബ്ലോക്സ്, അതിന് വേണം നമ്മുടെ മെഡിക്കൽ ടൈമിൽ പറയുന്നത് പ്ലേക്സ് എന്നാണ് പറയുന്നത്, പ്ലേക്സ്. അപ്പം പ്ലേക്ക് ഡെപ്പോസിഷൻ എന്ന് പറയും. അത് വരാൻ കാരണം പല പല റീസൺസ് ആണ് നമ്മുടെ ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്ലേക്ക് ഓൺ ഓഫ് സഡൻ വരില്ല, പ്ലേക്ക് ഓൺ ഓഫ് സഡൻ വരില്ല. വർഷങ്ങൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ കയ്യിലിരിപ്പും നമ്മുടെ ലാക്ക് ഓഫ് എക്സസൈസ്, അങ്ങനത്തെ കുറേ റീസണുകൾ കൊണ്ടാണ് മാത്രമാണ് ഈ പ്ലേക്സ് ഇങ്ങനെ നമ്മുടെ കൊറോണറി ആർട്ടറീസിൻ്റെ ഇങ്ങനെ ചുറ്റിലും വരുന്നത്. ഓൺ ഓഫ് എ സഡൻ ഒരു ആഫ്റ്റർ 40 or after 45, the modern trend is after 35 we'll see the symptoms. ചിലർക്ക് ചെസ്റ്റ് പെയിൻ വരാം, ചിലർക്ക് ഇങ്ങനത്തെ ഓരോ സിംറ്റംസ് വരാം, ചിലർക്ക് സഡൻ ഡെത്ത് വരെ സംഭവിക്കാം. കുറേ സിനാരിയോസ് ഇപ്പോൾ ഓസ്ട്രേലിയ നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് യങ്സ്റ്റേഴ്സിൽ. ദിസ് ഇസ് ദ ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഞാൻ പറയാം. അപ്പം കൊറോണറി ആർട്ടറീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. പറഞ്ഞ പ്ലംബിങ്ങിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് കൊറോണറി ആർട്ടറീസ് ഉണ്ടാകുന്ന ബ്ലോക്കേജിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ ടൈമിൽ നമുക്കതിനെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വേണേൽ പറയാം, കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്ന് പറയാം, കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയാം, അതെറോസ്ക്ലെറോസിസ് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് അങ്ങനെ പറയാം. ഇതിൻ്റെ എല്ലാ അർത്ഥം ഒറ്റ ഒരെണ്ണമുള്ളൂ, ഇറ്റ് റെഡ്യൂസസ് ബ്ലഡ് ഫ്ലോ ടു ദി ഹാർട്ട് മസിൽസ്. വളരെ സിമ്പിളാണ്. നമ്മുടെ മസിൽസിന്, ഹാർട്ട് ഞാൻ പറഞ്ഞ നേരത്തെ മസിലാണ്, ആ മസിലിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനോ ബ്ലഡ് സപ്ലൈയോ കിട്ടുന്നില്ല എന്ന്, അതിനാണ് ഇതെല്ലാം ഈ പേരും പറയുന്നത്. പിന്നെ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പം നമ്മുടെ കൊറോണറി ആർട്ടറീസിനകത്തുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് പ്ലേക്ക്. ഇപ്പം നമ്മുടെ ബോഡിക്ക് ഒരു നോർമൽ മെക്കാനിസം ഉണ്ട്. നമ്മുടെ ബോഡി ഒരു കട്ടുണ്ടായാൽ, നമ്മുടെ ഒരു കട്ടുണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് ഹീലാവും അല്ലേ, പെട്ടെന്ന് ഓട്ടോമാറ്റിക് നമ്മൾ പോലും അറിയാതെ കുറച്ച് കഴിയുമ്പോൾ അത് ക്ലോട്ടാവും. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പം ഈ ഉണ്ടാകുന്ന മഞ്ഞ കളറിൽ കാണുന്ന പ്ലേക്സ് അത് ആർട്ടറിക്ക് അകത്തൊന്ന് റപ്ചറാവും. ഇപ്പം നമ്മുടെ ബോഡി മെക്കാനിസം അനുസരിച്ച് നമ്മൾ വിചാരിക്കും, ആ ബോഡി വിചാരിക്കും ഇതൊരെവിടെയോ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കിയിട്ടുണ്ട്, ഐ നീഡ് ടു ഗോ ആൻഡ് ഫിക്സ് ദം. സോ പ്ലേക്സ് ഫിക്സ് ആക്കുന്ന സമയത്ത് അവിടെ അത്രയും ഭാഗത്ത് ആ കൊറോണറി ആർട്ടറി ബ്ലോക്ക് ആവുക. മനസ്സിലാകുന്നുണ്ടോ? ആ ബ്ലോക്ക് ആവുക. അന്നേരം ബ്ലോക്ക് ആകുമ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ പോകും, നിൽക്കും, ടോട്ടലി നിൽക്കും. അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ ടോട്ടലി നിൽക്കുമ്പം ആ ആർട്ടറീസ് ഏത് മസിൽസിനാണോ ബ്ലഡ് കൊടുക്കുന്നത് അവിടെ ബ്ലഡ് കിട്ടില്ല. അന്നേരമാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അത് പലതരത്തിലുള്ള ആർട്ടറീസിലാകാം. മെയിൻ കൊറോണറി ആർട്ടറിയിൽ, ഇപ്പോൾ കൊറോണറി ആർട്ടറീസ് മെയിൻലി 2 ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, റൈറ്റ് കൊറോണറി. അപ്പോൾ അതിൻ്റെ എല്ലാം ബ്രാഞ്ചസ് ഉണ്ട്. ഇതിനകത്ത് മെയിൻ ആർട്ടറീസിലാണ് ഇത് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ സഡൻ അറ്റാക്ക് ഒക്കെ വരുന്ന റീസൺ അതാണ്. എക്സാക്ട്ലി ദ ഫിസിയോളജി ബിഹൈൻഡ് ഇറ്റ് അതാണ്. പിന്നെ ഇതാണ് ഞാൻ ജസ്റ്റ് ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നത്. പ്ലേക്ക് ഡെവലപ്പ് ആകുന്നു. പ്ലേക്ക് ഡെവലപ്പ് ആകുമ്പോൾ അതിൻ്റെ മൈൻഡിൽ ഒരു ക്യാപ്പ് വരും, ഒരു ക്യാപ്പ് പോലെ ഒരു സാധനം വരും. അത് റപ്ചറായി ക്ലോട്ട് ഉണ്ടാവും, പിന്നെ ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് നടക്കില്ല. അതാണ് പിക്ചോറിക്കൽ റെപ്രസെൻ്റ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ എത്ര പേരിത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്കാറ്റ് എന്ന് പറയും. എന്താണ് സ്പോണ്ടേനിയസ് കൊറോണറി ആർട്ടറി ഡൈസെക്ഷൻ. അതും ഈ ഹാർട്ട് അറ്റാക്കും രണ്ടാണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇത് സാധാരണ കണ്ടുവരുന്ന വിമൻസിനാണ്, വിമൻ പോപ്പുലേഷനാണ്. അപ്പോൾ ഇവർക്ക് കൊളസ്ട്രോളൊക്കെ നോർമലായിരിക്കാം, എല്ലാം നോർമലായിരിക്കാം. പക്ഷേ ചിലപ്പം പെണ്ണുങ്ങൾക്ക്, വിമൻസിന് കാണുന്ന ഒരു സംഭവമാണ് സ്കാറ്റ്. ദാറ്റ് മീൻസ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞ ആർട്ടറി ഇല്ലേ, നമ്മുടെ ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറി, അതിൻ്റെ അകത്തെ തൊലി പൊളിഞ്ഞു വരും. അങ്ങനെ പൊളിഞ്ഞു വന്നാലും ബ്ലഡ് സപ്ലൈ പോകത്തില്ല, മുമ്പോട്ട് പോകത്തില്ല, അവിടെ ബ്ലോക്കായി. അത് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ഈ ഫൈബ്രോമസ്കുലർ ഡിസ്പ്ലേസിയ എന്ന് പറഞ്ഞൊരു അസുഖങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടറിക്കകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്ട്രെസ്,
ഭയങ്കര ഇമോഷണൽ സ്ട്രെസ്. നമ്മുടെ ഭാര്യമാരെ നമ്മൾ അധികം വിഷമിപ്പിക്കരുത് കേട്ടോ. കാരണം ഇതൊക്കെ സ്റ്റഡീസ് പറയുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ വളരെ 25-30-നകത്തുള്ള വിമൻ നമ്മുടെ അടുത്ത് വരുന്നത് ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് വരാൻ കാരണം എക്സ്ട്രീമായിട്ടുള്ള ഫിസിക്കൽ എക്സർഷൻ. നമുക്ക് പിന്നെ അത് വിഷയമില്ല. അപ്പം അതൊക്കെ ഒരു ഫാക്ടേഴ്സാണ്. ഇപ്പം ഇവിടുത്തെ പോപ്പുലേഷൻ നോക്കുമ്പോൾ കുറേ ഭയങ്കര വിഗ്രസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കാണുന്നില്ല. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ എനിവേ ദീസ് ആർ ദി പെണ്ണുങ്ങൾ മാത്രം സൂക്ഷിക്കേണ്ട, മനസ്സിൽ കരുതേണ്ട ഒരു സാധനമാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ കാരണം സ്കാൻ എന്ന് പറയുന്ന ഡിസീസ് കണ്ടീഷൻ്റെ കാരണം കൊളസ്ട്രോൾ കൂടിയത് കൊണ്ടല്ല. അത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ടിയർ കൊറോണറി ആർട്ടറി അകത്ത് സംഭവിക്കുന്ന ടിയർ കൊണ്ടിട്ടാണ് ഈ സംഭവം നമുക്ക് വരുന്നത്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ഈ ഇപ്പം പറഞ്ഞ കൊറോണറി ആർട്ടറീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സ് മോഡിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റിസ്ക് ഫാക്ടേഴ്സിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. മെഡിക്കേഷൻസ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് സ്റ്റെൻറ്റിങ് ആണ്. ഇപ്പോൾ നമുക്കൊരു ബ്ലോക്ക് ഉണ്ട്, ഇപ്പം ചിലപ്പം അത് നോൺ സ്റ്റെമി, ഞാൻ ടെക്നിക്കൽ വേർഡ്സിലേക്ക് പോകുന്നില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെസ്റ്റ് പെയിൻ വന്നു, ചിലവർക്ക് ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പം ചിലർക്ക് പെട്ടെന്ന് വരും, ചിലവർക്ക് വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും വരുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടലും ഒരു ചങ്കുവേദനയൊക്കെ വരും, ചങ്കരിച്ചിലാണെന്ന് തോന്നാം. അത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ എടുക്കണം. ചിലവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോഴായിരിക്കും ചെസ്റ്റ് പെയിൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നടക്കാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളി, അന്നേരം വരാം. ചിലവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ വരുന്ന ചെസ്റ്റ് പെയിൻ ആണ് ഡേഞ്ചറസ് വൺ. അപ്പം ഇതെല്ലാം ബോഡി നമുക്ക് തരുന്ന സയൻസാണ്. സംതിങ് ഈസ് റോങ് വിത്ത് മീ എന്ന് പറയുന്ന സയൻസാണ്. അത് നമ്മൾ പിക്ക് ചെയ്താൽ കറക്റ്റ് ടൈമിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുത്താൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് ഒരാൾ വരുന്നു ഹോസ്പിറ്റലിലേക്ക്, ബ്ലോക്ക് ഡോക്ടർ ഒരു ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ്. അത് നമ്മൾ നമ്മുടെ കയ്യിലൂടെയോ കാലിലൂടെയോ ചെയ്തിട്ട് കറക്റ്റ് കൊറോണറി ആർട്ടറീസിൻ്റെ ഒരു പിക്ചർ നമുക്ക് തരും. അപ്പം ഡോക്ടർ പറയും ഓക്കെ 70% ബ്ലോക്കേജ് ഉണ്ട്, നമുക്ക് സ്റ്റെൻറ്റ് ഇടണമെന്ന് പറയും. സ്റ്റെൻറ്റ് ഇടുന്ന പറ്റുന്നതാണെങ്കിൽ അവർ സ്റ്റെൻറ്റ് ഇടണമെന്ന് പറയും. അപ്പോൾ സ്റ്റെൻറ്റ് ഇടുമ്പോൾ അവർ ചെയ്യുന്നത് നമ്മുടെ കയ്യിലൂടെയോ കാലിലൂടെയോ ഒരു ഗൈഡ് വയർ കയറ്റിയിട്ട് ആ സ്റ്റെൻറ്റ് ഉള്ള സ്ഥലത്ത് എക്സ്പാൻഡ് ചെയ്തിട്ട്, ആ പ്ലേക്ക് ഉള്ള സ്ഥലത്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യും. എന്നിട്ട് ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബലൂൺ അവരെ എടുക്കും. എന്നിട്ട് ആ സ്റ്റെൻറ്റ് അവിടെ നമ്മുടെ ജീവിതകാലം മുഴുവൻ കിടക്കും. അതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റിക്കകത്ത് ആ സ്റ്റെൻറ്റ് ടൈറ്റാനിയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ദോഷമില്ല. അത് മെയിനായിട്ട് കറക്റ്റായിട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ചില പേഷ്യൻസിന് നമുക്ക് സ്റ്റെൻറ്റ് ഇടാൻ പറ്റത്തില്ല. സ്റ്റെൻറ്റ് ഇടാൻ പറ്റാത്തവർക്ക് അവർക്ക് ഓപ്പൺ ഹാർട്ട് ചെയ്യണം. ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മുടെ സ്റ്റേണം മുറിച്ചിട്ട്, നമ്മുടെ ഓസ്ട്രേലിയയിൽ കൺവെൻഷണൽ മെത്തേഡിലുള്ള പ്രൊസീജിയറാണ് വർഷങ്ങളായിട്ട് നടക്കുന്നത്. എന്നുവെച്ചാൽ സ്റ്റേണം മുറിക്കും, സ്റ്റേണം ഓപ്പൺ ആക്കും, അത് കഴിഞ്ഞിട്ട് സർജൻസ് വിൽ ഫിക്സ് ഇറ്റ്. സോ വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് ദേ വിൽ ഡു എ ബൈപ്പാസ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. നമ്മൾ ചെടിയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തില്ലേ, ആ സെയിം സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ കണക്ഷൻ പോകുന്നത് ഒന്ന് അയോട്ടയിൽ നിന്നായിരിക്കും, മെയിൻ രക്തക്കുഴലിൽ നിന്നായിരിക്കും. പിന്നെ ആ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ ബൈപ്പാസ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഇത് പറയുന്നത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇന്ത്യ ഡെവലപ്ഡ് ആണ് ഈ കേസിൽ. ഇപ്പം റീസെൻ്റ്ലി ഞങ്ങളുടെ ഫാദർ ഇതുപോലെ 3 ബ്ലോക്കേജ് ആയിട്ട് വന്നപ്പം അവർ ചെയ്തത് വേറൊരു ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ സ്റ്റേണം മുറിക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മുടെ നിപ്പിളിന് താഴെ ഒരു 12 സെൻറ്റിമീറ്റർ ഇൻസെഷൻ അവരിടുന്നു, ഒരു ഇൻസെഷൻ എടുക്കുന്നുണ്ട്. അത് ഓപ്പൺ ആക്കിയിട്ട് സ്റ്റേണം മുറിക്കാതെ ചെയ്യുന്ന പുതിയ ടെക്നോളജീസ് ഇപ്പോൾ ഉണ്ട് മാർക്കറ്റിൽ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ അപ്പയുടെ കൂടെ നിന്നപ്പം ന്യൂസിലൻഡിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട്. ഇതിനു വേണ്ടി ഈ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി മാത്രം അവിടുന്ന് നാട്ടിൽ വന്ന ആൾക്കാരുണ്ട്. എനിവേ ദീസ് ആർ ദ 2 ടെക്നിക്സ് വി ഡു. ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് സ്റ്റെൻഡബിൾ വി വിൽ ഗോ ഫോർ ദിസ് ബൈപ്പാസ് ഓപ്പറേഷൻസ് ടു ഫിക്സ് ദോസ് ഇഷ്യൂസ്. അപ്പം പ്ലംബിങ് ചെയ്യാൻ കഴിഞ്ഞു. പ്ലംബിങ്ങിന് ഞാൻ ഉദ്ദേശിച്ചത് കൊറോണറി ആർട്ടറീസിലുണ്ടാകുന്ന ബ്ലോക്കേജുകൾ, അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെക്കാനിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സാണുള്ളത്. 2 അപ്പർ ചേമ്പറും 2 ലോവർ ചേമ്പറും ഉണ്ട്. പിന്നെ 4 മെയിനായിട്ടുള്ള വാൽവ്സ് ഉണ്ട്. വാൽവ്സ് തന്നെ ഫ്ലാപ്പ് പോലെ ഇരിക്കും, മനസ്സിലായി. അപ്പം നോർമൽ
ഒരു നോർമൽ ബ്ലഡ് സപ്ലൈ ഓഫ് ദി ഹാർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേളിലത്തെ ബ്ലഡ് ഉണ്ട്, വേസ്റ്റ് ബ്ലഡിൻ്റെ കാര്യം. വേസ്റ്റ് ബ്ലഡ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള ബ്ലഡ് ഉണ്ട്. ഒന്ന് വേസ്റ്റ് ബ്ലഡ് എന്നും പറയാം, ഓക്സിജനൽ ബ്ലഡ് എന്നും പറയാം. അപ്പോൾ ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നത്, അപ്പം നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ്സിനെ എല്ലാം കൂടി നമ്മുടെ അപ്പർ ചേമ്പിലോട്ട് കൊണ്ടുവരും, നമ്മുടെ റൈറ്റ് അപ്പർ ചേമ്പിലോട്ട് കൊണ്ടുവരും. അവിടുന്ന് ഒരു വാൽവ് വഴി അവനെ താഴെ വിടും. ആ വാൽവ് പ്രശ്നമാണെങ്കിൽ നമുക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് വരും. എന്നിട്ട് ലോവർ ചേമ്പറിൽ നിന്ന് നേരെ അവനെ ലെങ്സിലേക്ക് വിടും. ലെങ്സിൽ ചെന്നിട്ടാണ് ഇവനെ പ്യൂരിഫൈ ചെയ്യുന്നത്. ആ ലെങ്സിൽ ചെന്നിട്ട് നമ്മൾ ഇവനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കും. എന്നിട്ട് അവനെ വീണ്ടും ലെഫ്റ്റ് അപ്പർ ചേമ്പറിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടുന്ന് വേറൊരു വാൽവ് ഉണ്ട്. ആ വാൽവ് താഴെ വഴി നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് പമ്പ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ ബോഡിയിലേക്കും, നമ്മുടെ ബ്രെയിനിലേക്ക്, നമ്മുടെ കിഡ്നിയിലേക്കും, നമുക്ക് ആവശ്യമുള്ള എല്ലാ സ്ഥലത്തിലേക്കും നമ്മുടെ പമ്പിങ് കറക്റ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് ആൻ ഇഷ്യൂ. സോ നോർമലി നമുക്ക് ഈ മെക്കാനിക്സിനകത്ത് കണ്ടുവരുന്ന ഇഷ്യൂസ്, ഞാൻ പറഞ്ഞ വാൽവില്ലേ, ആ വാൽവ് ചിലപ്പോൾ ലീക്കാവും. അത് പ്രാഥമികമായ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് ഒരു പരിധി വരെ. വാൽവ് ലീക്കാവും. അപ്പോൾ ലീക്കാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്, ഈ വാൽവിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ബ്ലഡിനെ അപ്പർ ചേമ്പറിൽ നിന്ന് ലോവർ ചേമ്പറിലേക്ക്, അതാണ് വാൽവിൻ്റെ മെയിൻ ഫങ്ഷൻ. ബാക്ക്വേർഡ്സ് അലോ ചെയ്യില്ല. വാൽവിന് ലീക്കാവുമ്പം ഈ ബ്ലഡ് എല്ലാം കൂടി താഴത്തെ നിന്ന് മണ്ടയ്ക്കോട്ട് പോകും. അപ്പം ദാറ്റ്സ് എൻ ഇഷ്യൂ. അപ്പം നമുക്ക് ബോഡിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം നമ്മുടെ ബോഡി സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ചിലർക്ക് ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കാം, ചിലവർക്ക് ഒരു ഡിസിനസ് ആയിരിക്കും, എപ്പോഴും ഒരു ഡിസിനസ് പോലെ ഫീൽ ചെയ്യും. ചിലവർക്ക് പൾസൊക്കെ ഡ്രോപ്പ് ആവും. അങ്ങനെ ബോഡി സയൻസ് നമുക്ക് തരും. പിന്നെ അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ വാൽവ്സ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചുരുങ്ങും. അത് ലീക്കല്ല, ലീക്കി വാൽവ് അല്ല, അത് ചുരുങ്ങുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഒരു ചേമ്പർ പുഷ് ചെയ്യുക ബ്ലഡ് അടുത്ത ചേമ്പറിലേക്ക്, പക്ഷേ ബ്ലഡ് പോകുന്നില്ല, ബ്ലഡ് ഇച്ചിരി അങ്ങോട്ടേ പോകുന്നുള്ളൂ. ഒരു 40% പകരം ഒരു 20% പോകത്തുള്ളൂ. അന്നേരം പുഷ് ചെയ്യുന്ന ചേമ്പറിൽ പ്രഷർ കൂടും. ആ ചേമ്പറിൽ പ്രഷർ കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷറും കൂടും. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് ഉണ്ടാകുന്ന കാരണം. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് അടിക്കുന്നതല്ലേ, അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, ഒരു പറയാൻ കഴിഞ്ഞാൽ. പിന്നെ ഇത് നമ്മൾ ശരിക്കും റിയലി കൺസേൺ ആകേണ്ടത്, ചെറുപ്രായത്തിലെ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ നമ്മൾ കണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കൺസേൺ. ഇപ്പം നമ്മുടെ മെഡിക്കൽ ടൈമിൽ നമുക്ക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. ഇപ്പം അത് നമ്മുടെ പിഗിൻ്റെ വാൽവ് ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. പിന്നെ മെക്കാനിക്കൽ വാൽവ്സും ഉണ്ട്, അത് മെറ്റലാണ്. ഇത് രണ്ടാണ് സർജൻസ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വാൽവിന് നമുക്ക് സിംറ്റംസ് മാനേജ് ചെയ്യാൻ പറ്റണില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇങ്ങനെയുള്ള സ്റ്റിനോസിസ്, വാൽവുലാർ സ്റ്റിനോസിസ് എന്നൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് പുഷ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ബ്ലഡ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകില്ല, ബ്ലഡ് എത്ര പുഷ് ചെയ്താലും. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. ആ സയൻസ് നമ്മൾ പിക്കപ്പ് ചെയ്യാം. ആ സയൻസ് നമ്മൾ പിക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ GP ആയിട്ട് റെഗുലർ ഫോളോ അപ്പ് നടത്തി എങ്ങനെ എൻ്റെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാം. ആ സിംറ്റമാറ്റിക് ഇതെല്ലാം നമ്മൾ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ റിയൽ ആയിട്ടുള്ള പ്രൊസീജിയറിലേക്ക് ഡോക്ടേഴ്സ് ആണെങ്കിലും പോകുള്ളൂ. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റിലൂടെയാണ്. കറക്റ്റ് നമ്മുടെ അപ്പർ ചേമ്പറിൻ്റെ പ്രഷർ, ലോവർ ചേമ്പറിൻ്റെ പ്രഷർ, നമ്മുടെ വാൽവിൻ്റെ എത്ര ലീക്കുണ്ട്, എത്ര ശതമാനം ലീക്കുണ്ട്, ഇതെല്ലാം നമുക്ക് ഒരു ചെറിയ എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റും ഡിഫറെൻ്റ് ആണ്, മെഡിക്കേഷൻസ് ഡിഫറെൻ്റ് ആണ്. സാധാരണ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വാൽവ് റീപ്ലേസ്മെൻ്റ് ആണ്. ഇതാണ് ബയോളജിക്കൽ വാൽവ് ആൻഡ് മെക്കാനിക്കൽ വാൽവ്. പിന്നെ അടുത്തത് നമ്മുടെ ഹാർട്ടിനോടുള്ള ഇലക്ട്രിസിറ്റി. നമ്മൾ ജനിക്കുമ്പം തൊട്ട് നമ്മുടെ ഫസ്റ്റ് തുടിപ്പ് എന്ന് പറയുന്ന പോലെ അത് കണക്ക് നമ്മുടെ ഹാർട്ടിന് ഒരു നാച്ചുറൽ പേസ് മേക്കർ ഉണ്ട് നമ്മുടെ ഹാർട്ടിന്. അപ്പോൾ അതിനെന്തെങ്കിലും ഇഷ്യൂ വന്നാൽ വി വിൽ ബി സഫറിങ് അലോട്ട്. ഞാൻ കണ്ടതിലും വെച്ച് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് സഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഡിസീസിലാണ്. കാരണം അദ്ദേഹം അലേർട്ടാണ്, അദ്ദേഹം ഓറിയൻറ്റഡ് ആണ്. പക്ഷേ ഇദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ഇപ്പോൾ ഷോക്ക് കൊടുക്കണമെന്ന്. ഒരു 10 മനുഷ്യത്തിലോട്ട് നമുക്ക് ഷോക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല അദ്ദേഹത്തെ കിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം ഇവരുടെ ഹാർട്ട് റേറ്റ്
പെട്ടെന്ന് ലോവർ. അപ്പോൾ നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 60 to 80 beats/minute ആയിരിക്കും. അപ്പം അത് എല്ലാ ആൾക്കാരിലും വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്പോർട്ട് ആക്ടിവിറ്റി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളിൽ ഹാർട്ട് റേറ്റ് ചിലപ്പോൾ 40 ആയിരിക്കും നോർമലാണ്. അപ്പം ഹാർട്ട് റേറ്റ് ഡൗൺ ആകുന്നതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഫോർ എക്സാമ്പിൾ ചിലവരുടെ ഹാർട്ട് റേറ്റ് വളരെ ഹെൽത്തി ജിമ്മിൽ പോകുന്ന ഒരാളുടെ ചിലപ്പം എന്തെല്ലാം ഇഷ്യൂസ് ഇതുപോലെ ഞങ്ങൾ മെഡിക്കലി പറയുന്ന കണ്ടക്ഷൻ ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്, കണ്ടക്ഷൻ. അപ്പം അതിനകത്ത് ഈ ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ആകുമ്പോൾ ഹാർട്ട് റേറ്റ് ഒക്കെ 20 ഒക്കെ ആവും. 20, 15, വളരെ 15 ഒക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അന്നേരം നമുക്ക് അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമുക്ക് കൊടുത്ത്, കാരണം നമ്മൾ ഹാർട്ട് റേറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് ആക്ടിവിറ്റി ഡൗൺ ആവും. അപ്പം പമ്പിങ് ആക്ടിവിറ്റി ഡൗൺ ആകുമ്പോൾ നമ്മുടെ ബോഡിയിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ പോകുന്ന ബ്ലഡിൻ്റെ കപ്പാസിറ്റിയും കുറയും. അന്നേരം നമ്മൾ നോർമലായിരിക്കത്തില്ല, നോർമലായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കില്ല അന്നേരം. അപ്പം അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം ടു സ്ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? പേസ് മേക്കേഴ്സ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യും. ഇവിടെ തന്നെ നമ്മുടെ അണ്ടർനീത്ത് സ്കിൻ നമുക്ക് പേസ് മേക്കേഴ്സ് ഇംപ്ലാന്റ് ചെയ്യും. ഓസ്ട്രേലിയയിൽ 600,000 മോർ ദാൻ 600,000 ആൾക്കാർ പേസ് മേക്കറുമായിട്ട് ജീവിക്കുന്നുണ്ട്. വളരെ അമേസിംഗ് ആണ്, വളരെ. കാരണം ഇപ്പം അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റഡീസും. ഇപ്പം ഒരു ചെറിയ ക്യാപ്സ്യൂൾ പോലത്തെ ഒരു പേസ് മേക്കർ വന്നിട്ടുണ്ട്. അപ്പാടെ ഇത്രയേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അതൊരു പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അത് നമ്മുടെ ഹാർട്ടിൻ്റെ ജസ്റ്റ് വെൻട്രിക്കിളിൻ്റെ അവിടെ വെച്ചിട്ട് ലീഡ്ലെസ് പേസ് മേക്കേഴ്സ് എന്നാണ് പറയുന്നത്. അഡ്വാൻസ് ടെക്നോളജി. കൺവെൻഷണൽ മെത്തേഡ് വന്ന് വിത്ത് ലീഡ്സ് ആണ്. ഇവിടെ പേസ് മേക്കർ ഉണ്ട്, ഒരു ലീഡ് നമ്മുടെ വെൻട്രിക്കിൾ, ഒരു ലീഡ് ഏട്രിയത്തിലേക്കും, അങ്ങനെയാണ് കൺവെൻഷൻ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഒരു ചെറിയ സാധനമാണ്. അത് ലീഡ്സ് ഒന്നും വേണ്ട, ലീഡ്ലെസ് പേസ് മേക്കർ. അപ്പോൾ അത് കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ അടുത്ത ഇഷ്യൂ ഈ കറണ്ടിൻ്റെ പ്രശ്നം കാരണം വരുന്നത്, ചിലവർക്ക് ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, ടു ഫാസ്റ്റ്. അപ്പോൾ വി ഷുഡ് നോ വാട്ട് ഈസ് ദ എക്സാക്ട് റീസൺ ബിഹൈൻഡ് ഇറ്റ്. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഫോർ എക്സാമ്പിൾ ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും. ചിലപ്പം നോ റീസൺ അവർ ഹാർട്ട് റേറ്റ് ഈസ് ഹൈ. വി ഷുഡ് നോ ദ റീസൺ. അക്കോർഡിംഗ്ലി വി ഹാവ് ടു ട്രീറ്റ് ഇറ്റ്. സോ സംടൈംസ് ഈ പേസ് മേക്കറിനെ പോലെ തന്നെ നമുക്ക് AICD എന്ന് പറയും, ഡിഫിബുലേറ്റർ നമുക്കിവിടെ വെക്കുന്നുണ്ട്, ചില പേഷ്യൻസിന് വെക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയണ്ട, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കയറും താഴെ. അങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ മെഡിക്കൽ സ്റ്റഡീസ് ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റഡീസാണ്. അപ്പം ടു സ്ലോ ആണെങ്കിലും പ്രശ്നമാണ്, ഗോയിങ് ക്രേസി ആണെങ്കിലും പ്രശ്നമാണ്. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു ബ്രീഫ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത് ഹാർട്ടിനെ പറ്റി. ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ടോപ്പിക്സിനകത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും വേറെയാണ്. പിന്നെ ഇതിലും വേറെ ഒരു ടോപ്പിക്കാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഹാർട്ട് ഫെയിലിയർ മീൻസ് നമ്മുടെ പമ്പിങ് കപ്പാസിറ്റി, ഒരാളുടെ പമ്പിങ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യത്തില്ല, അതിനാണ് പമ്പിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് വളരെ കുറഞ്ഞ് ഹാർട്ട് ഫെയിലിയർ ആകും. ഹാർട്ട് ഫെയിലിയർ ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം മാക്സിമം നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം 1.5 ലിറ്ററാണ്. അത് നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കുന്നതനുസരിച്ച് നമ്മുടെ ശ്വാസം മുട്ടൽ കൂടും. അന്നേരം പിന്നെ നമുക്ക് നമ്മൾ മൂത്രം പോകാനുള്ള മരുന്ന് കൊടുക്കേണ്ടി വരും. അതാണ് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയർ ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ദേ ഹാവ് ടു സഫർ എ ലോട്ട്. അപ്പോൾ നമ്മൾ വെള്ളം വളരെ കണ്ടത് ചിലവർക്ക് 1 ലിറ്റർ, ചിലവർക്ക് 800 ml, ചിലവർക്ക് 500 ml ഒരു ദിവസം അവർക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം. സോ മൈ ഇൻട്രൊഡക്ഷൻ മൈ മെയിൻ ഇൻറ്റൻഷൻ വാസ് ബെറ്റർ നമുക്ക് ഈ അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ഫോർ എവരി വൺ. ഇനി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നത്തെ സെക്ഷനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ. നമുക്ക് എന്തുകൊണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നു, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 2 രീതിയിൽ നമുക്ക് ഹാർട്ട് ഡിസീസസ് വരാം. ഇനി ഞാൻ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്, ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ ഈ 3-നകത്തിന് ഏതാണെങ്കിലും ഹാർട്ട് ഡിസീസാണ്. ഈ 4 കാര്യങ്ങളുണ്ട്. ഡസൻറ്റ് മാറ്റർ വി ഡു എക്സസൈസ്, we don't take alcohol, we don't smoke, doesn't matter, it will come at some stage. In 100% varilla, but in 95% it will come. First one is genetics. Nammade genetics inathu less than 60 years il aarkengilum cardiovascular disease undennundengil we have to be careful. So we should not ignore
any kind of signs that our body is giving to us. ഞാൻ ആ കാറ്റഗറി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കെയർഫുൾ ആയിരിക്കണം. കാരണം 40 കഴിയുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ നീഡ് ടു ഡു 6 months ബ്ലഡ് ടെസ്റ്റ് ആൻഡ് ഓൾ. സോ വി ഹാവ് ടു പിക്ക് ഇറ്റ് അപ്പ് as soon as is possible. ജെനറ്റിക്സ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് റേസ് എന്ന് പറയുന്നത് ഏഷ്യൻ പോപ്പുലേഷനാണ്. ഏഷ്യൻ പോപ്പുലേഷൻ is more prone to get cardiovascular disease compared to others. നമ്മളെല്ലാവരും ഏഷ്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. അതുപോലെ തന്നെ സ്കോട്ടിഷും ഐറിഷ് ബാക്ക്ഗ്രൗണ്ട്സും ആർ മോർ prone to get cardiovascular disease compared to other English. സോ നമ്മൾ ഈ റേസിനകത്ത് നമ്മളെല്ലാവരും പോസിറ്റീവാണ്. നമ്മുടെ ബ്ലഡിനകത്തുണ്ട് എവിടെയോ. സോ വി ഹാവ് ടു ബി കെയർഫുൾ. മൂന്നാമെന്ന് പറഞ്ഞ ജെൻഡർ. മെയിൽസ് ആർ മോർ prone to get cardiovascular disease compared to females. Cardiovascular disease because വിമൻസിന് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവരുടെ ബോഡി, നിങ്ങളുടെ ബോഡി എവരി മന്ത് പ്യൂരിഫൈ ആകും. അപ്പോൾ പ്യൂരിഫൈ ആകുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറിയുടെ സ്മോൾ കാപ്പിലറീസ് ഇല്ലേ, അതെപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ല പമ്പിങ് കിട്ടും. സ്മോൾ കാപ്പിലറീസ് നമ്മളെ കമ്പയർ ചെയ്ത് ഇവർക്ക് ആക്റ്റീവ് ആകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ അത്രയും എക്സസൈസ് ചെയ്യാതെ ഇവർ കുഴപ്പമൊന്നുമില്ല, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, കാർഡിയോവാസ്കുലർ ഡിസീസ് വരാൻ ചാൻസ് കൂടുതൽ. ലാസ്റ്റ് ഏജിങ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും പ്രായമാകും. അതനുസരിച്ച് ഇത് ഇങ്ങനത്തെ ഡിസീസൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ doesn't matter what we do, there is a chance, high possibility, 90% chance we have to go through this one stage if we didn't look after properly. പിന്നെ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ്, അത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിലിരിപ്പെന്ന് പറയുന്നത്, അതാണ് സംഭവം. എന്ന് വെച്ചാൽ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് വരുന്നത്. സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം നമ്മളിൽ എത്ര പേര് ഒരു 7 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്? 7 മണിക്കൂർ മിനിമം ഉറങ്ങണം. നമ്മൾ സെറ്റ് ടൈം വെച്ച് ഉറങ്ങണം. ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നല്ല ഇച്ചിരി നേരത്തെ ഡിന്നർ കഴിച്ചിട്ട് ഒരു 7 മണിക്കൂർ ഉറക്കം മിനിമം നമ്മളെല്ലാവരും ഉറങ്ങണം. അത് ഞാൻ വളരെ പോസിറ്റീവാണ്. കാരണം നമ്മുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് യു ഹാവ് ടു മേക്ക് സം ചേഞ്ചസ് ആഫ്റ്റർ ദിസ് സെക്ഷൻ, അതർവൈസ് വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. എല്ലാവരുടെയും സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുക. പിന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം. കാരണം നമ്മുടെ മൈൻഡും ഹാർട്ടും തമ്മിൽ വളരെ കണക്റ്റഡാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ സ്ട്രെസ്, ഇമോഷണൽ വഴക്ക്, ഇതൊക്കെ ഒരു ഫാക്ടറാണ് ഈ കാർഡിയോവാസ്കുലർ ഹെൽത്തിനകത്ത്. അതൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മുടെ ഹാർട്ടിനെയും അതൊക്കെ ബാധിക്കും. സോ പിന്നെ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വൈബ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിരിക്കുന്നു, അതൊക്കെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഈ സൈക്കോ സോഷ്യൽ ഫാക്ടറിനകത്ത്. നമ്മുടെ ഫാമിലി, നമ്മുടെ കിഡ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ഇതെല്ലാം ഇസ് എ ഫാക്ടർ. അറ്റ്ലീസ്റ്റ് പിന്നെ നമ്മളിൽ എത്ര പേര് സ്നോർ ചെയ്യുന്നുണ്ട്, കൂർക്കം വലിക്കുന്നുണ്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഗോ ടു ദർ GP ആൻഡ് ഗെറ്റ് CPAP for them. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ കൂർക്കം വലിക്കുമ്പോൾ വി ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് പെർഫ്യൂഷൻ ഇൻ അവർ ബോഡി, ബ്ലഡ് പെർഫ്യൂഷൻ ഇൻ അവർ ബോഡി. നമ്മുടെ ബ്ലഡിലേക്ക് കറക്റ്റ്, ബ്രെയിനിലേക്ക് കറക്റ്റ് ഇത് പോകുന്നില്ല. കേട്ടിട്ടില്ലേ, ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേക്കും ആളില്ല. അപ്പം ഓൺ ഓഫ് ഫേസാണ് സംഭവിക്കുന്നത്. നല്ല ഇതൊന്നും അദ്ദേഹത്തിന് ചിലപ്പോൾ പണ്ട് തൊട്ടേ എന്തെങ്കിലും ഡിസീസ് ഫാക്ടേഴ്സ്, എന്തെങ്കിലും ഫാക്ടേഴ്സ് കാണും. ആ സ്ലീപ്പ് അപ്നിയായിട്ട് പോകുമ്പോൾ നമ്മുടെ ഇനഫ് പെർഫ്യൂഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നില്ല, അന്നേരം എന്തെങ്കിലും സംഭവിക്കുന്നതായിരിക്കാം. ഫിസിയോളജിക്കലി അങ്ങനെ ആയിരിക്കാം. അപ്പം ടേക്ക് എവേ പോയിന്റ് ഫ്രം ദിസ് പോയിന്റ് ഈസ് വി ഷുഡ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 7 hours sleep. And if you are snoring, that is not good. Please consult a GP or a specialist for that. Second thing, physical inactivity ആണ് അതർ ഒരു ഇഷ്യൂ. നമ്മുടെ ഈ 3 കാറ്റഗറിയിലുള്ള ഇതിനകത്ത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഈസ് ആൻ ഇഷ്യൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിൽ എത്ര പേര്, ആരും കൈവെക്കണ്ട, ജസ്റ്റ് ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, നമ്മൾ എത്ര പേര് ഒരു ദിവസം നമ്മുടെ ബോഡിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് എക്സസൈസ്. ഒരു 45 minutes അറ്റ്ലീസ്റ്റ് നമ്മൾ നടക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു ഫിസിക് അനുസരിച്ച് എനിക്ക് റെക്കമെൻഡ് ചെയ്തേക്കുന്ന, റീസെൻ്റ്ലി ഐ ഡൺ എ ബോഡി സ്കാൻ.
ജിംസൊക്കെ അവൈലബിൾ ആണ് ബോഡി സ്കാൻ. അപ്പോൾ ബോഡി സ്കാൻ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ കാല് തൊട്ട് തല വരെ ഉള്ള മസിൽസ് എത്രയുണ്ട്, എത്ര ഫാറ്റ് എത്രയുണ്ട് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. അതിൻ്റെ ടാർഗറ്റും അവർ പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ വന്നേക്കുന്നത് എൻ്റെ ബെല്ലിയാണ്, വയറിൻ്റെ ഇവിടെയാണ്. നമുക്ക് എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കും. അപ്പം അത് കുറയ്ക്കാൻ എന്താണ് അതനുസരിച്ച് വേണം നമ്മുടെ വർക്കൗട്ട് ചെയ്യാൻ. അല്ലാതെ ജിമ്മിൽ പോയി വെറുതെ വെയിറ്റ്സ് എടുത്തിട്ട് കാര്യമില്ല. വി ഷുഡ് നോ വാട്ട് വി ആർ ഡൂയിങ് ആൻഡ് വൈ ഐ ആം ഡൂയിങ് ദിസ്. അത് ബോഡി ഫാറ്റ് നമ്മുടെ ബോഡിയിൽ എത്രയും കുറയ്ക്കാമോ അതിനെ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന കാർഡിയോസാണ്. ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ്. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്ലോ ആയിട്ടല്ല നടക്കേണ്ടത്, എന്നാൽ ഓടുമല്ല. നമുക്ക് ആ ഒരു സ്പീഡിൽ നടക്കുക. നമുക്ക് സംസാരിക്കാൻ പറ്റണം, പക്ഷെ നമുക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല. ആ ഒരു സ്പീഡിൽ നമ്മൾ നടക്കണം. അതാണ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത്. ബ്രിസ്ക് വാക്കിംഗ്. പിന്നെ അത് പറയുമ്പോൾ ഹാർട്ട് റേറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എഫക്റ്റീവായിട്ടുള്ള ഫാറ്റ് ലോസിന് നമ്മൾ നടക്കേണ്ടത് സോൺ 2 വാക്കിംഗ്. സോൺ 2 വാക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഏജ്, ഇപ്പം 220 മൈനസ് യുവർ ഏജ്, ദാറ്റ് ഈസ് എ മാക്സിമം ലിമിറ്റ് ഓഫ് യുവർ ഹാർട്ട് റേറ്റ്. 220, ഫോർ എക്സാമ്പിൾ 220 മൈനസ് 40, സോ ദാറ്റ് ഈസ് 180. ഇപ്പോൾ എൻ്റെ ഹാർട്ടിന് ഹെൽത്തി ആയിട്ടുള്ളത് 180 ആണ് മാക്സിമം. ആ 180യുടെ 60 to 70% ഓഫ് ഹാർട്ട് റേറ്റിൽ വേണം എൻ്റെ ബ്രിസ്ക് വാക്കിങ്ങോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റി നടക്കാൻ. അതാണ് ഫാറ്റ് ലോസിനും ഒക്കെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ 180യുടെ 60% എന്ന് പറയുമ്പോൾ നിയർലി ബിറ്റ്വീൻ 120 to 150 ആയിരിക്കും. അപ്പം ആ റേഞ്ച് ബിറ്റ്വീനിൽ ഞാൻ നടക്കുന്നതായിരിക്കും എന്നെ സംബന്ധിച്ച് എഫക്റ്റീവ്. അപ്പം അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ച് എക്സസൈസും കാര്യങ്ങളും ചെയ്താൽ ദാറ്റ് ഇസ് ഗുഡ്. അൺഹെൽത്തി ഡയറ്റ് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അത് ഇച്ചിരി പാടാണെന്ന് അറിയാം, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അൺഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊഴുപ്പ്, നമ്മുടെ ആഹാരം തന്നെ നമ്മൾ മെജോറിറ്റി ഓഫ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആഹാരത്തിലൊക്കെ കാർബാണ് കൂടുതലും. നമ്മൾ ഈ കാർബ് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ വേർത്ത് വേണം ഇച്ചിരി എല്ലാം കുറയ്ക്കാനത്, ആ ഫാറ്റ് കുറയ്ക്കാൻ. സോ വാട്ട് ഐ എം സജസ്റ്റിംഗ് ഈസ് ഇൻക്രീസ് യുവർ പ്രോട്ടീൻ ഇൻടേക്ക്. പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടിയിട്ട് കാർബ് കുറയ്ക്കുക. അതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ജങ്ക് ഫുഡ്സ് ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഡെയിലി ഇതിൽ കൺട്രോൾ വേണമെന്ന് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് മൈ മോറൽ ഓഫ് ദ സ്റ്റോറി. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഞാൻ പറയുന്ന അൺഹെൽത്തി, ഇപ്പം ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന സംഭവം വെരി ഡേഞ്ചറസ് ഫോർ ഹാർട്ട്. എന്ന് വെച്ചാൽ ട്രാൻസ് ഫാറ്റ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ KFC-ലൊക്കെ കിട്ടുന്ന ചിപ്സ് ഇല്ലേ, അതൊക്കെ ട്രാൻസ് ഫാറ്റാണ്. നമ്മളുണ്ടാക്കുന്ന ഫുഡും അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്, വളരെ എക്സ്ട്രീം ഡേഞ്ചറസ് ആണ്. അതൊക്കെ നമ്മുടെ ഹാർട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ ഡേഞ്ചറസ് ആണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടോട്ടലി കട്ട് ഓഫ് ചെയ്യാനല്ല പറയുന്നത്. ഇപ്പം അങ്ങനെ ഒരാഴ്ചയിൽ 2-3 ഒക്കെ ചെയ്ത് കട്ട് ചെയ്യുക, മാസത്തിൽ 1 ആക്കുക, കുഞ്ഞുങ്ങളുടെ കൂടെ കൊടുത്ത് എല്ലാം കുറയ്ക്കുക, ഇങ്ങനെ മോഡറേറ്റ് ചെയ്യും. ദിസ് ഇസ് വാട്ട് ഐ ആം സേയിങ്. ആൽക്കഹോൾ മിസ്യൂസ് ഇസ് ഓൾസോ എ ഗുഡ് തിങ്, ഇറ്റ്സ് എ ബാഡ് തിങ്. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം ഡ്രിങ്ക്സ് കഴിക്കുന്നവർ കാണാം, ഡ്രിങ്ക്സ് കഴിക്കാത്തവർ കാണാം. അപ്പം ഡ്രിങ്ക്സ് കഴിക്കുവാണെങ്കിൽ അത് കുറയ്ക്കുക. അച്ഛനോട് പറഞ്ഞാൽ കുഴപ്പമില്ല, വേറെ ആരും നോക്കിയാലും എന്തിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. ആൽക്കഹോൾ എന്ന് പറയുമ്പം അതിൻ്റെ ഫിസിയോളജി എന്ന് പറയുന്നത്, നമ്മൾ ആൽക്കഹോൾ എടുക്കുന്നവരാണെങ്കിൽ ആൽക്കഹോൾ എടുക്കുമ്പം നമ്മുടെ ബ്ലഡ് വെസൽസ് റിലാക്സ് ആവും. ബ്ലഡ് വെസൽസ് റിലാക്സ് ആകുമ്പം നമുക്ക് നമ്മുടെ മൈൻഡിന് ഒരു സുഖമായിരിക്കും. അപ്പം നമ്മൾ സംഭവിക്കാൻ പോകുന്നത് ഈ ആൽക്കഹോളും മൈൻഡും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്, ഭയങ്കര കണക്റ്റഡാണ്. ഈ ആൽക്കഹോൾ എടുക്കുമ്പം നമ്മുടെ ഈ സോഷ്യൽ ഫാക്ടർ ആക്ടിവേഷൻ ആവും. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കും, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയും. ഇതൊക്കെ മൈൻഡിൽ സംഭവിക്കുന്നതാണ് ആൽക്കഹോൾ എടുക്കുന്നത്. അപ്പോൾ അത് കൂടാതെ ഈ ആൽക്കഹോൾ കൂടുമ്പോഴാണ് നമ്മൾ അമിതമായ ആഹാരം കഴിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടിരിക്കുമായിരിക്കും, എന്നാലും പിന്നെയും കഴിക്കാൻ തോന്നും. അപ്പം അത് കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. പിന്നെ സ്മോക്കിംഗ്, ഐ വിൽ സേ എ ബിഗ് നോ ടു സ്മോക്കിംഗ്. കാരണം നമ്മൾ ഈ സ്മോക്ക് ചെയ്യുമ്പം ഫിസിയോളജിക്കലി സംഭവിക്കുന്നത്, നമ്മൾ സ്മോക്ക് ചെയ്യുമ്പം അത് നമ്മുടെ കൊറോണറി ആർട്ടറീസിനകത്ത് ഒരു ലെയറുണ്ട്, ഇൻറ്റിമ എന്ന് പറയും. അത് മോർ പ്രോൺ ടു സ്റ്റിക്ക് ഫ്ലേക്സ് വെൻ വി സ്മോക്ക് ചെയ്യുമ്പം
സ്മോക്ക് ചെയ്യുമ്പോഴും ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്സ് കഴിക്കുമ്പോഴും അതിൻ്റെ ഫിസിയോളജി എന്ന് പറയുന്നത് നമ്മൾ ആ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, അത് ഇൻഡസ്റ്റൈനിൽ പോകുന്നു, ഇൻഡസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്ത് നമ്മുടെ ആർട്ടറീസിലേക്ക് പോകും. അപ്പം ഈ സംഭവങ്ങൾ നമ്മുടെ കൊറോണറി ആർട്ടറീസിനകത്ത് ഇൻറ്റിമേൽ സ്റ്റിക്ക് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും ഉള്ള ആൾക്കാർ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ട്രിപ്പിൾ വെസൽ ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് ഏജ് ഓഫ് 45 50 വരുന്നത്. ഈ യങ്സ്റ്റേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ടുവരുന്ന 35 to 45 ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്, കാർഡിയോവാസ്കുലർ ഡിസീസ് വരുന്ന ട്രെൻഡ്. അതിനകത്ത് മജോറിറ്റി ഓഫ് ദം, എല്ലാവരും അങ്ങനെയല്ല, മജോറിറ്റി ഓഫ് ദമ്മും ഐദർ ഹൈ സ്മോക്കർ ആയിരിക്കാം, സ്മോക്കിംഗ് അവർ ഭയങ്കര ഹൈ ആയിരിക്കാം. മജോറിറ്റി, എല്ലാവരും അല്ല പറയുന്നത്, മജോറിറ്റി. അപ്പം ഈ ആൽക്കഹോൾ മിസ്യൂസും എ ബിഗ് നോ ടു സ്മോക്കിങ്ങും ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തെന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ പ്രായമാകുമ്പം നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരാം, പക്ഷേ വി ഹാവ് ടു മാനേജ് ഇറ്റ് സിംറ്റമാറ്റിക്കലി. വി ഷുഡ് നോ വൈ ഇറ്റ് ഈസ് കമ്മിങ്. പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഹൈ ബ്ലഡ് പ്രഷർ വരാം, നിങ്ങൾ മെനോപോസിലേക്ക് പോകുമ്പം ബ്ലഡ് പ്രഷർ കൂടാം. പക്ഷേ നമ്മൾ അൺയൂഷ്വലായിട്ട് ബ്ലഡ് പ്രഷർ കൂടുവാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ വൈ. സോ വാട്ട് വി ക്യാൻ ഡു ഫോർ ദാറ്റ് ഇസ് we have to monitor our blood pressure in a regular basis. That's the only thing we can do for it. Because ഒരു GP ഒരാളെ കാണുന്നത്, അവരിപ്പോൾ ഞങ്ങളുടെ ഒരു പേഷ്യൻ്റ് ഒരു GP ഉണ്ട്, അദ്ദേഹം 60 to 70 or 80 പീപ്പിളെ ഒരു ദിവസം കാണുന്നവർ, നമ്മുടെ ഗോൾഡ് കോസ്റ്റിലുള്ളവർ. അദ്ദേഹം പറയുവാണ്, ഇപ്പം നമുക്കൊരു വിശ്വസ്തനായിട്ടൊരു GP കാണും, ദാറ്റ്സ് ഫൈൻ. നമ്മളവിടെ പോകുന്നു, അദ്ദേഹം നോക്കുന്നു, അന്നേരം പറയുന്നു കുഴപ്പമില്ല, ഫൈൻ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച് എന്നോട് GP കുഴപ്പമില്ലാന്ന് പറഞ്ഞു, ഞാൻ പോവാം. പക്ഷേ വി ഷുഡ് ബി ദ അഡ്വക്കേറ്റ് ഫോർ അവർ സെൽഫ്. നമ്മൾ നമ്മുടെ നമ്പേഴ്സ് അറിയണം. എൻ്റെ ബ്ലഡ് പ്രഷർ എത്രയാണ്, അല്ലെങ്കിൽ എൻ്റെ കൊളസ്ട്രോൾ, എൻ്റെ ബാഡ് കൊളസ്ട്രോൾ എത്രയാണ്, അത് നമ്മൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. എന്നാലേ മാത്രമേ നമുക്ക് നമ്മുടെ റെക്കോർഡ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഡിസ്ലിപ്പിഡീമിയ എന്ന് ഉദ്ദേശിക്കുന്നത് ബാഡ് കൊളസ്ട്രോളിനെയാണ്. ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ്, ഇപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ LDL എന്ന് പറഞ്ഞൊരു സംഭവം കാണും, അതാണ് ബാഡ് കൊളസ്ട്രോൾ. ഈ ബാഡ് കൊളസ്ട്രോൾ നിങ്ങൾക്ക് എല്ലാവർക്കും GPയിൽ പോകണമെന്നില്ല നിങ്ങളുടെ ബ്ലഡ് കൊളസ്ട്രോൾ കാണാൻ, നിങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ട്സ് കാണാൻ. നിങ്ങൾ സെൻട്രൽ ലിങ്കിൽ ലോഗിൻ ചെയ്യുക, മൈ ഹെൽത്ത് റെക്കോർഡ്സ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ട് എല്ലാ ബ്ലഡ് ടെസ്റ്റും അത് വരും. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോരുത്തരും ഇൻട്രസ്റ്റ് ഉള്ളവർ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ LDL എത്രയാണെന്ന് നോക്കുക. ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ, ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ബേസിൽ ഞാൻ പറയുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യുവർ LDL ഷുഡ് ബി അറൗണ്ട് 1.4. എല്ലാവരും നോക്കണം, എല്ലാവരുടെയും കൂടുതലായിരിക്കും. ഞാൻ കഴിഞ്ഞ മാസത്തേക്ക് എൻ്റെ 3.5. സോ എല്ലാവരും നോക്കണം. പക്ഷേ LDL കുറയുന്ന അനുസരിച്ച് ദാറ്റ് ഈസ് ഗുഡ് ഫോർ അസ്. ഞാനിത് പറയുന്നതിൻ്റെ റീസൺ, നമ്മൾ അറിയാതെ ഇത് ഓവർ ദി പീരിയഡ് ഇത് വലുതാവും. അപ്പം ദാറ്റ് ഈസ് ഈ LDL കൂടുമ്പോഴാണ് നമുക്ക് ഹാർട്ട് ബ്ലോക്ക് വരാൻ ചാൻസ് കൂടുതൽ. ഇപ്പം ഇച്ചിരി കൈൻഡായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ, ഫോർ ദി പ്രൈമറി പ്രിവെൻഷൻ ഇറ്റ് ഹാസ് ടു ബി less than 2. Secondary prevention it has to be less than 1.8. If I will say it will be 1.4, because നമ്മൾ 1.4 എയിം ചെയ്താൽ അറ്റ്ലീസ്റ്റ് less than 2 കിട്ടത്തുള്ളൂ. പിന്നെ ഇത് എങ്ങനെ LDL കുറയ്ക്കാം, അതൊരു ഫാക്ടറാണ്. LDL കുറയ്ക്കാൻ പറ്റുന്നത് എക്സസൈസ് കൊണ്ട് മാത്രം ചിലപ്പോൾ LDL കുറയത്തില്ല. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എക്സസൈസ് ആൻഡ് സ്റ്റാറ്റിൻസ്, കൊളസ്ട്രോൾ ടാബ്ലറ്റ്സ്. അപ്പം ചിലവർക്ക് LDL ഭയങ്കര ഹൈ ആയിരിക്കാം. അത് നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് കൊണ്ട് ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. വൈ ഷുഡ് ഐ ടേക്ക് സ്റ്റാറ്റിൻ? only the help of exercise we can't do anything for these plaques. സോ പിന്നെ അടുത്തൊരു സംശയം വരുന്നത്, കൊറോണറി ആർട്ടറീസിനകത്ത് അടിഞ്ഞു കൂടിയ പ്ലേക്സ് ഉണ്ടല്ലോ, പ്ലേക്സ് ഈ കൊളസ്ട്രോൾ ടാബ്ലറ്റോ അല്ലെങ്കിൽ എക്സസൈസ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് അടിഞ്ഞു പോകത്തില്ല. So what they are doing is they are creating a protective layer for them. അത് പൊട്ടത്തില്ല, അത് പൊട്ടുമ്പോഴാണ് പ്രശ്നം. മനസ്സിലാകുന്നുണ്ടോ? കൊറോണറി ആർട്ടറീസിനകത്തെ പ്ലേക്സ് അത് പൊട്ടുമ്പോഴാണ് നമ്മൾ അറ്റാക്ക് വരുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ. ഇപ്പം നമ്മൾക്ക് കൊളസ്ട്രോൾ ടാബ്ലറ്റ്സും എക്സസൈസും ഒക്കെ നമ്മൾ ചെയ്യുമ്പം ആ ലെയറിന് വേണ്ടി സ്ട്രോങ് കോട്ടിങ് വരുവാണ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് വൺസ് ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു get rid of those damage, especially from heart point of view. So prevention is better than cure. പിന്നെ ഡയബറ്റീസും
hypertension is a very bad combination. So if you didn't control your unhealthy diet and physical inactivity, alcohol misuse, automatically we will jump to diabetes. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എൻഡ് റിസൾട്ട് എന്നായിരിക്കും? വി വിൽ ബി ഒബീസ്. ദാറ്റ് ഈസ് എൻഡ് റിസൾട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ്. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഒബീസിറ്റി അല്ലാത്ത ആൾക്കാർക്കും വരാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, ഹി വാസ് 42 നാട്ടിലൊരു ചുമ്മാ ചെക്കപ്പ് ചെയ്യുന്നത് പോയതായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ ഒറ്റ സിംറ്റേ ഉള്ളായിരുന്നു, അദ്ദേഹത്തിന് ഇവിടെ PR ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒറ്റ സിംറ്റേ ഉള്ളൂ, നടക്കുമ്പം പെട്ടെന്ന് കിതയ്ക്കുക, അൺയൂഷ്വലായിട്ട് കിതയ്ക്കുക, എന്ത് ആക്ടിവിറ്റി ചെയ്താലും പെട്ടെന്ന് കിതയ്ക്കുക. അപ്പം അദ്ദേഹം കാർഡിയോവാസ്കുലർ ഡിസീസിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്തു ജസ്റ്റ് പോയൊരു ചെക്കപ്പ് നടന്നു, കാർഡിയോളജിനെ കാണാൻ പറഞ്ഞു. അപ്പോൾ കാർഡിയോളജിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു എല്ലാം നോർമലാണ്, ബ്ലഡ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ അവർ നാട്ടിൽ പോയ സ്ഥിതിക്ക് അവർ ജസ്റ്റ് ആൻറ്റിഗ്രാം കൂടി ചെയ്തു, കാരണം നമുക്ക് ഇവിടെ PR ഇല്ല. അവിടെ ചെയ്തപ്പം ഹി ഗോട്ട് 2 blockages and he came to Australia with 2 stents. വളരെ മെലിഞ്ഞ്, നമ്മുടെ ആർക്കെങ്കിലും അറിയാവുന്ന പക്ഷെ പേര് ഞാൻ പറയില്ല, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. സോ ഡസൻറ്റ് മീൻ ദാറ്റ് ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫാക്ടർ, അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ജെനറ്റിക് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ, മദർ എല്ലാത്തിനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാർഡിയക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വന്നത്. സോ ഇതൊക്കെയാണ് കാർഡിയാക് ഡിസീസ് വരാനുള്ള കാരണങ്ങൾ. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, എല്ലാവരും നിങ്ങളുടെ കയ്യിൽ, ഇപ്പം നമ്മൾ വലിയ വീട് മേടിക്കുന്നു, നമ്മൾ വലിയ കാർ മേടിക്കുന്നു, എല്ലാവരും ശരിയാണ്. പക്ഷേ യു ഡോണ്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഫോർ എ ട്രെഡ്മിൽ. ഇപ്പം നമ്മൾ എൻ്റെ കൂട്ടുകാരെടുത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം സെറ്റപ്പാണ്. പക്ഷേ നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അരമണിക്കൂർ നടക്കാൻ എല്ലാവരും കൊണ്ടും പറ്റുമോ? പറയുമ്പോൾ ഈസിയാണ്, പക്ഷേ ഇറ്റ്സ് വെരി ഹാർഡ് ടു മാനേജ്. റീച്ചിങ് യുവർ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞ ടാർഗറ്റ്സ്. ഇപ്പോൾ ഇത് ഓസ്ട്രേലിയൻ ഹാർട്ട് ഫൗണ്ടേഷൻ്റെ ടാർഗറ്റ്സ് ആണ്. ബ്ലഡ് പ്രഷർ ഷുഡ് ബി ലെസ് ദാൻ 130/80. നമ്മൾ കീപ്പ് ആൻ ഐ ഓൺ ഇറ്റ് ഓൾവേസ്. LDL ഷുഡ് ബി ലെസ് ദാൻ 1.4. HbA1c നമ്മൾ പ്രീ ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് HbA1c. HbA1c ഷുഡ് ബി ലെസ് ദാൻ 7. എന്നുവെച്ചാൽ HbA1c എന്ന് പറയുന്നത് 3 മാസം നമ്മൾ ബ്ലഡ് ഷുഗറിൻ്റെ ഒരു ഒറ്റ കണക്കാണ്, അവർ പറയുന്ന ഒരു കണക്കാണ് HbA1c എന്ന് പറയുന്നത്. അത് ഷുഡ് ബി ലെസ് ദാൻ 7. സ്മോക്കിംഗ് നോ. ഇപ്പോൾ ആരെങ്കിലും സ്മോക്കിംഗ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യത്തിന് ഭയങ്കര ബ്ലസ്ഡ് ആണ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, ഫ്രീ കൗൺസിലിംഗ് ആണ് എല്ലാം കൊടുക്കുന്നത്, എല്ലാം ഫ്രീ. ഇങ്ങനത്തെ ഹാർട്ട് കാര്യങ്ങളൊക്കെ വളരെ ഫ്രീ ആണ്. അപ്പം അങ്ങനെ ക്വിറ്റ് ലൈൻ എന്ന് പറയും, QUIT, ക്വിറ്റ് ലൈൻ. ആർക്കും അസസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. പിന്നെ നമ്മുടെ ഡയറ്റ്, മെഡിറ്റേറിയൻ ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഉപ്പ് കുറയ്ക്കുക. ഉപ്പ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഉപ്പ് കുറയ്ക്കുക. പഞ്ചസാര വേണ്ട എന്ന് ഞാൻ പറയും. പക്ഷേ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാം, സ്വീറ്റ്നസ് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ. പിന്നെ നമ്മുടെ എണ്ണ പലഹാരങ്ങൾ വേണ്ട. ബേക്കറി ഡേഞ്ചറസ്. ഇനി ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത് വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത് പോയിസൺ എന്നാണ് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കൺട്രോൾ ചെയ്തിട്ട് നോർമലാക്കാൻ ശ്രമിക്കുക. പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ആൽക്കഹോൾ. അണ്ടർ 10 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക്സ് പെർ വീക്ക് അക്കോർഡിംഗ് ടു ഓസ്ട്രേലിയൻസ്. പക്ഷെ ഇന്ത്യൻസ് അല്ലത്, ഓസ്ട്രേലിയൻസ് പറയുന്നതാണ്. ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ ആൽക്കഹോൾ പറയുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല പറയുന്നത്, നിങ്ങൾ ഓവറായിട്ട് പോകരുത്. നമ്മുടെ അനാറ്റമി ഒരു ഓസിക്കാരൻ്റെ അനാറ്റമി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇവഞ്ച്വലി ഇപ്പം കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി കുറച്ച് അത് നിർത്താൻ ശ്രമിക്കുക. ഫിസിക്കൽ ആക്ടിവിറ്റി 30 minutes ഓൺ മോസ്റ്റ് ഡേയ്സ്. 30 minutes എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 5 days യു ഷുഡ് ഡു സംതിങ്. നമ്മൾ വേർക്കണം. നമ്മൾ വേർത്തെങ്കിലേ ഉള്ളൂ നമ്മുടെ പന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്ന LDL, ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL അത് മുമ്പോട്ട് വരുള്ളൂ. പിന്നെ സ്ലീപ്പ് ഹൈജീൻ അറ്റ്ലീസ്റ്റ് 7 to 9 hours പറയുന്നത്. അറ്റ്ലീസ്റ്റ് 7 എങ്കിലും നമുക്ക് പിടിക്കാൻ നോക്കണം. അതിന് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പിൾ വാച്ചും കാര്യം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര മണിക്കൂർ നമ്മൾ സ്ലീപ്പ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളത്. പിന്നെ ഇമോഷണൽ ഹെൽത്ത്, നല്ല സോഷ്യൽ. ഇപ്പം നമ്മുടെ ചർച്ച് ഒരു നല്ലൊരു എക്സാമ്പിളാണ് അതിന് വേണ്ടി. നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നു, നമ്മുടെ നല്ല ഫ്രണ്ട്സിനെ കാണുന്നു, നമ്മൾ ഇതുപോലെയൊക്കെ ഈ ടോപ്പിക്സ് കേൾക്കുന്നു. സോ യു ഷുഡ് നോട്ട്
go, you should join these kind of good communities. So that നമ്മുടെ മൈൻഡ് നല്ല എപ്പോഴും ഹാപ്പി ആയിരിക്കും. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ്, നല്ല ഫ്രണ്ട്സിനെ ഒന്നും ഒരിക്കലും കളയാം. പിന്നെ എപ്പോഴും ഇതിനൊക്കെ ഒരു മോട്ടിവേഷൻ വേണം കേട്ടോ. ഇതൊക്കെ ഞാനിത് പറയുമ്പോഴും ഞാൻ പറയുന്നത് വി ഹാവ് ടു ബി സെൽഫ് മോട്ടിവേറ്റഡ് ഫോർ ഓൾ ദീസ് ഡൂയിങ്. സോ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വൈഫിനെ മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വൈഫ്സ് നമ്മുടെ ഭാര്യമാർക്ക് ഹസ്ബൻഡ്സിനെ മോട്ടിവേറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേഷൻ ഇല്ലാതെ കാര്യം നടക്കില്ല. എല്ലാം ഇങ്ങനെ ഇരിക്കും, അവസാനം വലിയ ഇതായിട്ട് പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേഷൻ ചെയ്യുക. പിന്നെ ഇടയ്ക്ക് അതൊക്കെ സ്ലിപ്പാകും, ദാറ്റ് ഈസ് നോർമൽ. പക്ഷെ അടുത്ത ദിവസം പിക്കപ്പ് ചെയ്യാം. പിന്നെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സ് വിചാരിച്ചാൽ എനിക്ക് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു 5 minutes വോക്ക് മതി. അതായിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിങ്. ആ സ്റ്റാർട്ടിങ്ങിനകത്തൂടെ നിങ്ങൾക്ക് അത് 5 minutes 10 minutes അങ്ങനെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന ഈ ബില്യനേഴ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ഈ കാണുന്ന വലിയ ഇവിടുത്തെ ഓസ്ട്രേലിയൻ ബില്യനേഴ്സ്, ഇന്ത്യൻ ബില്യനേഴ്സ്, ദേ ആർ സ്പെൻഡിങ് ദർ മോസ്റ്റ് മണി ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്. അവരുടെ ഒരു ദിവസം ആക്ടിവിറ്റി ചാർട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ തന്നെ ബോധം കിട്ടും, ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. ഭയങ്കരമായിട്ട് അവരുടെ സ്വയം ഹെൽത്തിന് വേണ്ടി മില്യനേഴ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ ഇതൊക്കെ. പക്ഷെ നമുക്ക് തോന്നണം, അതിനാണ് നമുക്ക് മോട്ടിവേഷൻ വേണ്ടത്. ഓക്കെ, ലാസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമ്മുടെ ഈ കാൽസ്യം സ്കോർ പോലെ പ്ലാക്ക് നോക്കാൻ പറ്റുമോ? ഈ കാൽസ്യം സ്കോർ ചെക്ക് ചെയ്യുന്നത് പോലെ പ്ലാക്കിന്റെ അറിയാൻ പറ്റുമോ? പ്ലേക്സ് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഞങ്ങളുടെ അപ്പയുടെ ഒരു കാര്യം കേസ് തന്നെ പറയാം. അപ്പം അപ്പയുടെ എക്കോ ചെയ്തു. അപ്പം വളരെ റെഗുലറായിട്ട് ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളുടെ അപ്പ. അപ്പോൾ ഹാർട്ട് ചെക്ക് ചെയ്യുമ്പം എക്കോ എന്ന് പറയുന്നത് വെച്ചാൽ പമ്പിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പയുടെ 74% ആണ്. നല്ല കിഡിലുമായിട്ട് പമ്പ് ചെയ്യുന്ന ഹാർട്ടാണ്, നല്ല റിസൾട്ടാണ്. പിന്നെ വാൽവ്സിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അപ്പ ഇവിടെ വന്നപ്പം കാർഡിയോളജിനെ പോയി കണ്ടു. സീനിയർ കാർഡിയോളജിസ്റ്റാണ് കോട്ടയത്തെ. അപ്പോൾ അദ്ദേഹത്തിനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു യു ആർ അബ്സല്യൂട്ട്ലി ഫൈൻ, ECG ഈസ് ഫൈൻ, ദർ ഇസ് നോ സിംഗിൾ ചേഞ്ചസ്, നത്തിങ്. അപ്പം പക്ഷേ ഞങ്ങളുടെ മനസ്സിലൊരു, കാരണം ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നപ്പം അപ്പോൾ അൺയൂഷ്വൽ ഒരു കിതപ്പ് പറയുന്നത് നമുക്ക് അപ്പയെ സംബന്ധിച്ച് ദാറ്റ് ഈസ് ഫൈൻ, അബ്സല്യൂട്ട്ലി ഫൈൻ. നമ്മളെ ഒരു കാർഡിയക്കിനെ സംബന്ധിച്ച് ദാറ്റ് ഈസ് നോട്ട് നോർമൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തു CTC എന്ന് പറഞ്ഞ ടെസ്റ്റ്. കാൽസ്യം സ്കോർ നമ്മുടെ ആ കൊറോണറി ആർട്ടറിക്കകത്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ആൻജിയോഗ്രാം ചെയ്യാതെ. കാൽസ്യം സ്കോർ ചെക്ക് ചെയ്തപ്പം അപ്പയുടെ സ്കോർ മോർ ദാൻ 1000. ഇറ്റ് ഹാസ് ടു ബി ലെസ് ദാൻ 400 ഓർ സംതിങ്. മോർ ദാൻ 1000 ആണ്. അപ്പം മനസ്സിലായി ദർ ഇസ് സംതിങ് ഈസ് റോങ് ഇൻ ഹിസ് ഹാർട്ട്. നമ്മൾ ആൻജിയോഗ്രാം ചെയ്തപ്പം 3 വെസൽ ഡിസീസ്, അപ്പയുടെ 3 ആർട്ടറീസ് ബ്ലോക്ക്ഡ് ആണ്. സോ അങ്ങനത്തെ ടെസ്റ്റ് CTCയെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ CTC എന്ന് പറയുന്നത് നമ്മൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുക. ഈ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടോ? ഈ റിസ്ക് ഫാക്ടേഴ്സിനകത്ത് നമ്മൾ കുറേ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഏജ് ഓഫ് 50 ഐ വിൽ സജസ്റ്റ് ടു ഡു എ CTC. നമുക്ക് സിംറ്റം ഉണ്ടെങ്കിൽ മാത്രം, വെറുതെ അവർ എഴുതി തരത്തില്ല. വി ഹാവ് ടു ഷോ ദാറ്റ് ഐ ഹാവ് എ ഗുഡ് ഹിസ്റ്ററി ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഗുഡ് ഹിസ്റ്ററി ഓഫ് ദിസ് ആൻഡ് ദിസ്. നമ്മൾ അങ്ങനെ സിംറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു CTC. എനിക്ക് 45 ആയപ്പോൾ അവർ തന്നു ഓൾറെഡി. 45 ആയപ്പോഴേ അവർ തന്നായിരുന്നു, പോയി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛൻ ചെയ്തായിരുന്നോ? ഓക്കെ ആണോ? CTC നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാർഡിയൽ കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഗോ വിത്ത് ദാറ്റ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? യെസ്. LDL കുറയും. LDL ഇപ്പം ഒരു ടാർഗറ്റിൻ്റെ മേളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കണ്ടിന്യൂസ് എക്സസൈസ് കൊണ്ട് മാത്രം ഇത് കുറയത്തില്ല. ഇറ്റ് ഷുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് എക്സസൈസ് ആൻഡ് സ്റ്റാറ്റിൻ. ഇത് രണ്ടും കൂടി എടുത്താലേ ഉള്ളൂ ഇത് കുറയുള്ളൂ. ഇപ്പം ഞാൻ ഒരു ബ്രൗഷർ അതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്ത് ഈ കൊളസ്ട്രോൾ കുറയുന്ന കുറച്ച് സപ്ലിമെൻറ്റ്സ് ഉണ്ട്, നമ്മുടെ കോഴ്സിലൊക്കെ കിട്ടും. അത് ജസ്റ്റ് നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് പോലെ സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. യെസ്.
അത് വളരെ സാധാരണ രീതിയിലല്ല, ഒരു നല്ല ചോദ്യമാണ് അത്. നമ്മുടെ അസിഡിക് ആയിട്ട് നമുക്കൊരു നെഞ്ചരിച്ചിൽ വരത്തില്ലേ, അതും റിയൽ കാർഡിയാക് പെയിനുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാമെന്നാണ് ചേച്ചി ചോദിച്ചത്. ഇപ്പം അസിഡിക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് കുഡ് ബി ബിക്കോസ് ഓഫ് റിഫ്ലക്സ്. അതാണ് ഫസ്റ്റ് അതിൻ്റെ റീസൺ, റിഫ്ലക്സ്. അപ്പം ആ വേദനയ്ക്ക് നമുക്ക് സിംറ്റംസ് ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റം ആയിരിക്കില്ല, പക്ഷേ നമ്മൾ വേദന നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അതിപ്പം ഫോർ നമ്മുടെ അസിഡിക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രോജൽ അങ്ങനത്തെ സാധനം കഴിക്കുമ്പോൾ നമുക്കൊരു കുറവ് കിട്ടും. കാർഡിയക് പെയിൻ ആകുമ്പോൾ അത് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു കം. ഫോർ എക്സാമ്പിൾ ചെസ്റ്റ് പെയിൻ വരുന്നു, നമ്മളൊരു GTN നമ്മുടെ വീട്ടിൽ റിസ്ക് ഉള്ളവർ ഐ വിൽ സേ വി ഷുഡ് കീപ് എ GTN സ്പ്രേ. നമ്മൾ GTN എടുത്തു അല്ലെങ്കിൽ വാട്ടവർ നമുക്ക് എടുത്തു, അന്നേരം വേദന കുറയും, അന്നേരം കുറയും, പിന്നെയും പൊങ്ങി വരും, പിന്നെയും കുറയും. നമ്മൾ എന്തെങ്കിലും നമ്മൾ മെഡിസിൻ എടുക്കും, കുറയും, പിന്നെയും കയറി വരും. ഇറ്റ് വോണ്ട് സ്റ്റോപ്പ് അറ്റ് ഓൾ. ഗ്യാസ്ട്രിക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ടേക്ക് എ ജലൂസിൽ ഓർ സംതിങ് ലൈക്ക് ഇറ്റ് വിൽ സബ്സൈഡ്. ആൻഡ് ഓൾസോ വിത്ത് കാർഡിയക് പെയിൻ ദേ വിൽ ഷോ അതർ സിംറ്റംസ് ലൈക്ക് പ്രൊഡ്യൂസ് സ്വെറ്റിംഗ് ആണെങ്കിൽ നമ്മുടെ വേദന കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബാക്കിൽ പെയിൻ വരാം, നമ്മുടെ ജോയിൽ പെയിൻ വരാം, നമ്മുടെ റൈറ്റ് ഹാൻഡിലേക്ക് ഇങ്ങനെ വേദന റേഡിയേറ്റ് ചെയ്യുന്ന പോലെ വരാം, ടോയ്ലറ്റിൽ പോകുന്ന പോലെ തോന്നാം. അതൊക്കെയാണ് സിംറ്റംസ് കാറ്റഗറൈസ് ചെയ്യേണ്ടത്. മറ്റേതാണെങ്കിൽ ഇതിങ്ങനെ എപ്പോഴും ഒരു വേദന പോലെ എന്തെങ്കിലും സംതിങ് സിറ്റിംഗ് ഓൺ ദ ചെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ തന്നെ ഇരിക്കും. അത് സെൻസ് 5 minutes. അല്ലല്ല, അത് കുറയും. അതല്ല ഹെൽത്തിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ കമ്പൈൻ പറഞ്ഞു. അപ്പോൾ ഹൗ ലോങ് ഇറ്റ് ഈസ്? 1 day 2 days? അതെങ്ങനെയാണ്? ഹൗ യു ഡിഫറൻഷിയേറ്റ്? ഇത് ഇപ്പം ഒരു ദിവസം എത്ര തവണ ഉണ്ടാകുമെന്നൊരു എപ്പിസോഡ് നമുക്ക് അറിയാമല്ലോ. ഫോർ എക്സാമ്പിൾ ഗ്യാസ്ട്രിക് റിഫ്ലക്സിൻ്റെ പെയിൻ ആണെന്നുണ്ടെങ്കിൽ it won't comes and go like that. For example, if it is definitely it is a cardiac pain, definitely it will come back within 2 hours or 1 hour. അപ്പോൾ അത്രയും നേരം നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 5 minutes, അതാ ഞാൻ പറഞ്ഞത് 5 minutes തൊട്ട് ചിലപ്പം 1 day വരെ നമുക്ക് വേദന ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കാം. ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ടു EDM straight away or call the ambulance 000. പിന്നെ ആസ്പിരിൻ ക്യാരി അത് നമ്മുടെ ട്രഡീഷണൽ കൺവെൻഷണൽ വേ ഓഫ് ഒരു സംഭവമാണ്. ഇപ്പം നമ്മളിപ്പോൾ ആംബുലൻസുമായിട്ട് ഞങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പറ്റുന്ന ആസ്പിരിനാണ്. 300 of ആസ്പിരിൻ കൊടുക്കാം. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയത്തില്ല, ദാറ്റ് ഈസ് അപ് ടു ദി ഡോക്ടേഴ്സ് ആണ്. നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല, ജനം നമ്മുടെ ആളാണ്. എന്നാലും ഫോർമാലിറ്റിയുടെ പേരിൽ SDOF വേണ്ടി, SDOF കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ അറ്റൻഡ് ചെയ്ത നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ജെറിനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു.